ഹായ് ഫണ്ടഡ് ഡേസ് എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നോക്കുന്നത് റൈസിന്റെ മായി ബന്ധപ്പെട്ടിട്ട് കുറേ സംശയങ്ങളായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി മെസ്സേജുകൾ പേഴ്സണലി വരാറുണ്ട്. അതിൽ തന്നെ ആദ്യമേ തന്നെ പറയാം, നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു റൈസിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ അത് യൂട്യൂബ് നമ്മളെ അത് റിമൂവ് ചെയ്യായിരുന്നു. കാരണം അതിനകത്ത് കുറച്ച് പേഴ്സണൽ മറ്റേ നമ്മൾ ആധാർ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക, പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പേഴ്സണലി ഉള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു വീഡിയോ അവർ യൂട്യൂബ് റിമൂവ് ചെയ്യായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കുറെ പേര് എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഇതെങ്ങനെ സേഫ് ആയിട്ടുള്ള വഴിയിലൂടെ, അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് റിജക്ട് ചെയ്യാതെ എങ്ങനെ പേ ഔട്ട് നമുക്ക് എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഒട്ടുമിക്ക ഫേംസും റൈസ് എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി വഴിയാണ് നമുക്ക് പേയ്മെന്റ് നമുക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. അതെ, റൈസ് പോലെ തന്നെ മറ്റൊന്നാണ് പ്ലെയിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഈ രണ്ടുമാണ് മെയിനായിട്ട് ഫണ്ടഡ് അക്കൗണ്ട്സിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ റൈസിൽ തന്നെ നമുക്ക് വിഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. ഈ വിഡ്രോയിൽ നമുക്ക് 3-4 ഇത് കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യം സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കായിരുന്നു ആള് പേ ഔട്ട് എടുത്തത്. അത് അവിടുന്ന് ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറയാം, നിങ്ങളൊരു ബാങ്കിങ് അക്കൗണ്ട് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രൊഫൈലൊക്കെ ട്രേഡ് ചെയ്ത ഒരു അക്കൗണ്ട് എടുക്കുമ്പോൾ, ഫസ്റ്റ് ഒന്നല്ലെങ്കിൽ നിങ്ങൾ HDFCയോ അല്ലെങ്കിൽ കോട്ടക് ബാങ്കോ അങ്ങനെയുള്ള ഏതിലൊക്കെ നല്ല ബാങ്കുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോട്ടക് ബാങ്ക് ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഒട്ടുമിക്ക ഫണ്ട് ട്രേഡേഴ്സും ബിഗ്ഗസ്റ്റ് പേ ഔട്ട് കാര്യങ്ങളെല്ലാം എടുക്കുന്നവരെല്ലാം യൂസ് ചെയ്യുന്നത് കോട്ടക് ബാങ്കാണ്. അതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു പേയ്മെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് ആവും. ബാങ്കിൽ നിന്നും അങ്ങനെ പ്രത്യേകിച്ച് വിളികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പൊ ഞാൻ നോർമലി ആക്സിസ് ബാങ്ക് ആണ് തുടക്കത്തിൽ ചെയ്തിരുന്നത്. ആക്സിസ് ബാങ്ക് ആയിരുന്നപ്പോൾ തന്നെ ആക്സിസ് ബാങ്കിന്റെ നമുക്കൊരു പേ ഔട്ടിന്റെ ഒരു ഇത് വന്നു. ഏകദേശം ഒരു $300 എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അത് എനിക്ക് കാർഡിലേക്കാണ് ക്രെഡിറ്റ് ചെയ്തത്. അപ്പോൾ അവർ നേരെ ബാങ്കിലേക്ക് എന്നെ വിളിപ്പിച്ചു, മാനേജർ സംസാരിച്ചു. അപ്പൊ ഇവർക്ക് എന്നെ സംബന്ധിച്ചാണെങ്കിൽ എന്താണ് ഫോറക്സ് ട്രേഡിംഗ്, എന്താണ് ഫണ്ട് ട്രേഡിംഗ് എന്നൊന്നും കൃത്യമായിട്ട് അറിയാത്തവരൊക്കെയാണ്. എന്നാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അവരെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന അന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ കാണിച്ചു. എനിക്ക് കുറച്ച് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ അപ്രൂവൽ കൊടുത്തു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് അക്കൗണ്ടിലേക്ക് കിട്ടി പേയ്മെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഒരു ബാങ്കിങ് അക്കൗണ്ട് എടുക്കുമ്പോൾ ഈ കോട്ടക് ബാങ്ക് ഒക്കെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിലൊക്കെ ഇരിക്കുന്നവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഗൈഡ് തരാനായിട്ട് അവർക്ക് അറിയില്ല. എന്താ പറയാ, പേയ്മെന്റ് വന്നോ ഇല്ലയോ, എന്താണ് റിജക്ട് ചെയ്ത റീസൺ എന്താണെന്ന് ചോദിച്ചിട്ട് പോലും ഈ കസ്റ്റമർക്ക്, നമ്മുടെ സ്റ്റുഡന്റും കൂടിയായിരുന്നു, ആൾക്ക് അതിന് കൃത്യമായിട്ടുള്ള ഇതൊന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത് എങ്ങനെ പേയ്മെന്റ് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ബിനാൻസ് വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ബിനാൻസിലേക്ക് എടുക്കാം. ഈ ബിനാൻസിലേക്ക് എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഫണ്ട് ക്യാഷ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. ഒന്നാമത് തന്നെ ബിനാൻസിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ കുറെ ഉടായിപ്പായിട്ടുള്ള സ്കാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ബിനാൻസിന്റെ വാലറ്റിലേക്ക് കിട്ടി നമുക്ക് P2P ചെയ്താൽ പ്രശ്നമാകുമോ, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമലി ഞങ്ങൾ കുറച്ച് ആളുമ്പൊക്കെ വരെ ചെയ്തിരുന്നത്, നമുക്ക് മറ്റൊരാളുടെ അക്കൗണ്ടൊക്കെ വഴി ദുബായിലേക്കൊക്കെ അയച്ചു കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള ഒരു കറക്റ്റായ വേയുടെ ആയിരുന്നില്ല പണ്ടൊക്കെ നമ്മൾ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ബിനാൻസ് കുറച്ചുകൂടി ഇതാണ്. പക്ഷെ നമുക്കിത് ക്യാഷ് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് കണക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രം ബിനാൻസിലേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്കിപ്പോൾ ടാക്സ് അടയ്ക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ അക്കൗണ്ട്സും കൊണ്ട് ഒരു ഇതുണ്ട്. അക്കൗണ്ട് ക്രിയേഷൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്. ഞാനത് ഓൾറെഡി ആ വീഡിയോ ചെയ്തിട്ട് അവർ റിജക്ട് ചെയ്തു, യൂട്യൂബിൽ നിന്ന് അവർ മാറ്റായിരുന്നു. നമുക്ക് ഇവിടെ എക്സ്റ്റേണൽ അക്കൗണ്ട്സും കൊണ്ട് ഒരു ഓപ്ഷൻ ഞാൻ ഓൾറെഡി എന്റെ ആർബിറ്റേറിയം എന്ന് പറഞ്ഞ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ ബാങ്ക് ട്രാൻസ്ഫർ, അത് USDC കോയിൻ ബേസിലേക്ക് മാറ്റാനുള്ള, ഡയറക്റ്റ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ USDC ഇന്ത്യൻ നാഷണൽ ബാങ്ക് ട്രാൻസ്ഫർ. ഇതിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ എല്ലാവരും ഈ ഒരു ഇതിനായിരിക്കും എല്ലാവരും പോകുക. ഇപ്പൊ ഞാൻ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞ ആള് ഫസ്റ്റ് ചെയ്തത് ഈ ഒരു പേയ്മെന്റ് മെത്തേഡ് വഴിയാണ് ശ്രമിച്ചത്. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ അങ്ങനെ അന്വേഷിച്ച് പിടിച്ചു വരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ നോക്കിയപ്പോൾ ഇവിടെ IFSC കോഡ് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് ഒഴിവാക്കിയായിരുന്നു. ഇതിന് നമുക്ക് ചെറിയൊരു എമൗണ്ട് കമ്മീഷൻ വരുന്നുള്ളൂ. അതിനുശേഷം USDC നമ്മൾ കോയിൻ ബേസ് വഴിയുള്ളത് ഞാൻ അത് അത്ര അങ്ങോട്ട് ചെയ്യാറില്ല. അതിനുശേഷം ഞാൻ സെലക്ട് ചെയ്തിരുന്നത് ഈ ഒരു മെത്തേഡ് വഴിയാണ്, ഇന്റർനാഷണൽ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന മെത്തേഡ്. നമുക്ക് ഇതിനകത്ത് ഇത്തിരി കമ്മീഷൻ എന്തോ കുറച്ച് കൂടുതലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ മറന്നുപോയി, കുറച്ച് നാളായി റൈസ് എന്നൊക്കെ പേ ഔട്ട് എടുത്തിട്ട്. നമുക്കിവിടെ നമ്മുടെ ബെനിഫിഷ്യറിയും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്വിഫ്റ്റ് കോഡ് ഉണ്ട്. ഈ സ്വിഫ്റ്റ് കോഡ് ബാങ്കുകൾക്കുള്ള ഒരു കോഡാണ്. ഈ ഒരു കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ ഈ ഒരു ഇതുവഴി ചെയ്ത ആൾക്ക്
അദ്ദേഹത്തിന്റെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് വന്നിട്ട് അത് റിജക്റ്റ് ആയി. അതേപോലെ തന്നെ അദ്ദേഹം SBI ട്രൈ ചെയ്തു. ഈ രണ്ട് ബാങ്കുകൾ ആൾ ട്രൈ ചെയ്തു, റിജക്ട് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും റൈസ് ഞാനൊന്ന് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഏതാണ് കൊടുത്തതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഈ കാണുന്ന ഓപ്ഷൻ ആയിരുന്നു സെലക്ട് ചെയ്തത്. ഇതിലത്തെ സ്വിഫ്റ്റ് കോഡ് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ക്രെഡിറ്റ് ആവും. മറ്റൊന്നകത്ത് നമുക്ക് ആകെ IFSC കോഡ് മാത്രമേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഓപ്ഷനാണ് ഞാൻ അന്ന് സെലക്ട് ചെയ്തതും അതേപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു. ഇനി മിക്കവാറും എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ടാക്സ് പേ ചെയ്യുക എന്നുള്ളത് കുറെ പേരുടെ കൺഫ്യൂഷൻ. ആദ്യം തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു CA എന്നിട്ട് പോയി കണ്ട് സംസാരിച്ച് അവരോട് കാര്യങ്ങൾ പറയാം. നമ്മൾ ഇങ്ങനെ പ്രൊഫഷണൽ ചെയ്യുന്നത് നമ്മുടെ എഗ്രിമെന്റും കാര്യങ്ങളെ കുറിച്ചും അവർ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും ഈ ഫോറസ്റ്റ് ട്രേഡിംഗ് ഒക്കെ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ഇത് ചെയ്യും. നമുക്കത് പ്രൊഫഷണൽ ടാക്സ് ആയിട്ട് ചെയ്യാനുള്ള 80% ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഒത്തിരി ആൾക്കാർ ഇപ്പൊ ഒരു അബി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഉണ്ട്. അപെക്സിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ നല്ല പേ ഔട്ട് കാര്യങ്ങൾ കിട്ടും. അവരൊക്കെ ഞാൻ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞത് നമുക്ക് ജസ്റ്റ് ഒന്ന് കോട്ടക് ബാങ്ക് യൂസ് ചെയ്യാനായിട്ട് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ നല്ല CA കണ്ടിട്ട് നമ്മുടെ എഗ്രിമെന്റിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞെടുക്കണം. മിക്കവർക്കും ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ ധാരണ CA ആണെങ്കിലും വലിയ ധാരണ ഉണ്ടാവണമെന്നില്ല. അതായത് ഈ ട്രേഡിംഗ് റിലേറ്റഡ് കാര്യങ്ങളായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അപ്പൊ നിങ്ങളുടെ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്, നമ്മൾ അവരുടെ പ്രൊഫഷണൽ അനലിസ്റ്റ് ആയിട്ട് നമ്മളെ കണക്കാക്കുന്നത്, അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ അടുത്ത് അവതരിപ്പിക്കാം. അപ്പൊ നമുക്ക് ആ ഒരു ടാക്സിന്റെ നമ്മളിങ്ങനെ ഏത് നേരവും ഇങ്ങനെ എന്താ പറയാ ഫേസ്ബുക്കിലൂടെ അങ്ങനെ ചോദിക്കാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ പോയി കാര്യങ്ങൾ അന്വേഷിച്ച് ഇത് ചെയ്തായിരിക്കും നല്ലത്. അപ്പൊ അതേപോലെ റൈസിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, റൈസ് ID പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകാതെ ഇരിക്കാനായിട്ട് നോക്കേണ്ടതുണ്ട്. കുറച്ച് നാളെ നമുക്ക് ഇപ്പൊ റൈസ് വഴിയുള്ള പേയ്മെന്റും കാര്യങ്ങളെല്ലാം വന്നിട്ട് അതേപോലെ ഇവിടെ നമുക്ക് ഇൻവോയ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇങ്ങനെ വരും. ആ ഇൻവോയ്സിൽ നമുക്ക് അറിയാൻ പറ്റും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്, എത്ര എമൗണ്ട് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്ലയൻസ് ഏതൊക്കെ ഫേമസ് ആയിട്ടാണ് നമുക്ക് എഗ്രിമെന്റ് ഉണ്ടായിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പേയ്മെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എന്ന് കാണിക്കുന്ന ആ ഒരു ഇതിനെ കുറിച്ച് മാത്രം സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കുറെ പേര് ഇങ്ങനെ അക്കൗണ്ടിലേക്ക് എടുക്കുന്നതിന് മുമ്പേ തന്നെ ചോദിക്കുന്ന കാര്യമാണ് ടാക്സ് എന്ത് ചെയ്യണം. അതിന് നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരട്ടെ എന്നുള്ളത് ഞാൻ പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനെ വറിയിടാണ്ട് ആവശ്യമുള്ളൂ. അതുപോലെ ആരെങ്കിലൊക്കെ ഈ നിഫ്റ്റി ഓപ്ഷൻ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ പെട്ടിരിക്കുന്ന കുറെ പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. എനിക്കൊക്കെ പറ്റിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാൾ ഈ ഓപ്ഷൻ ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഒക്കെ കളഞ്ഞിരുന്നു. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോറക്സിൽ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് പ്രൊഫൈം ഒക്കെ നമുക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. അവിടെ തന്നെ നിന്ന് നിഫ്റ്റിയിൽ ഓപ്ഷൻ ചെയ്ത് ഇങ്ങനെ കുറെ അവരെയൊക്കെ കാണുമ്പോഴും ഇപ്പോഴും ഞാൻ പറയാം, അവരെല്ലാവരും പേടിച്ച് നിൽക്കണം. ഞാനൊക്കെ ഒരു കുറെ നാൾ പേടിച്ചത് കൊണ്ടാണ് ഫോറക്സിലേക്ക് വരാനായിട്ട് കുറച്ച് ഇതുണ്ടായത്. ഡിലേ വന്നു. നമുക്കത് കുറേ കുറ്റബോധമുണ്ട്. കാരണം വെച്ചാൽ കുറച്ച് നാൾ മുമ്പേ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഓർത്തിട്ട് നല്ല ഇതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ നിഫ്റ്റി ഓപ്ഷൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒരു രക്ഷയില്ലാതിരിക്കാം. നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കും നിഫ്റ്റി ഓപ്ഷൻ ഒക്കെ ചെയ്ത് രക്ഷപ്പെടുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്നും പേടിക്കാതെ, ഇപ്പൊ ആരും നിലവിലൊന്നും ഫോറക്സ് ട്രേഡിംഗ് ചെയ്തിട്ടൊന്നും ആരും ഇന്ത്യയിൽ ലീഗലി പ്രശ്നങ്ങളൊന്നും ആർക്കും പേഴ്സണലി ഉണ്ടായിട്ടില്ല. കുറെ സ്കാംസ് കുറെ കാര്യങ്ങൾ ഉണ്ടെന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും നമുക്ക് നിലവിൽ അനുഭവങ്ങളൊന്നും കാര്യങ്ങളൊന്നും നിലവിലില്ല. പക്ഷെ എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കാണ്. നിങ്ങൾ പേടിച്ച് നിൽക്കാതെ ഫോറക്സ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ പ്രൊഫൈംസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ട്രേഡിംഗ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 30% റിസൾട്ട് ഉള്ള ഒരു മെത്തേഡ് മാത്രം മതി. ഈ പ്രൊഫൈം കാര്യങ്ങളൊക്കെ ചെയ്ത് വിന്നിങ് ആയിട്ട് നമുക്ക് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡും ഇല്ല, ഒന്നുമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. നമുക്ക് ചെറിയൊരു പെർസെന്റേജ്, നമുക്ക് 30% ഒക്കെ റിസൾട്ട് കിട്ടുന്ന സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ മതി. ഇന്ത്യൻ മാർക്കറ്റിൽ എടുക്കുന്ന എഫർട്ടിന്റെ പകുതി എഫർട്ട് നമുക്ക് ഇവിടെ എടുത്താൽ മതിയാവും. അപ്പൊ നിങ്ങൾക്ക് മറ്റു പ്രൊഫൈമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്കൊരു ടെലഗ്രാമിൽ 2 ഗ്രൂപ്പാണുള്ളത്. ഒന്ന് ടെലഗ്രാമിന്റെ ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ഗ്രൂപ്പ് ഉണ്ട്. അത് നിങ്ങൾ ഫണ്ട് ട്രേഡേഴ്സ് ആണെന്ന് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചു തരുമ്പോഴാണ് അതിനകത്തേക്കുള്ള എൻട്രി കിട്ടുന്നത്. നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്യുക. ശേഷം നിങ്ങൾ ഏതെങ്കിലും അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം കണക്ട് ചെയ്തിട്ട് മറ്റ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലേക്കുള്ള ജോയിനിങ് റിക്വസ്റ്റ് കൂടി ഇടുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൊഫൈമായി ബന്ധപ്പെട്ടിട്ട്. അല്ലെങ്കിൽ പേയ്മെന്റ് എങ്ങനെ വിഡ്രോ ചെയ്യണം, കുറെ പേരെ ഇതാണ്. അപ്പൊ അത് എപ്പോഴും ഇങ്ങനെ മെസ്സേജ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്, ചിലർക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ വിഡ്രോ ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ.